തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ശേഷം ചുമതല ലഭിക്കാതെ വെറുതെയിരിക്കുന്ന KS ഉദ്യോഗസ്ഥരെ വഴിയാധാരമാക്കില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തസ്തികയില്ലാതെയാണ് കഴിഞ്ഞ സർക്കാർ KSകാരെ തെരഞ്ഞെടുത്തത്. ഇനി എന്ത് ചെയ്യുമെന്ന് സർക്കാർ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം 8 ഡെപ്യൂട്ടി കളക്ടർമാർ ഉൾപ്പെടെ KSകാരുടെ 13 തസ്തികകൾ സംസ്ഥാനത്ത് ഒഴിഞ്ഞുകിടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി വിവിധ ജില്ലകളിൽ പോയ 13 കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥർ ജോലിയില്ലാതെ 2 മാസമായി വീട്ടിലിരിക്കുന്ന കാര്യം മീഡിയ വൺ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. KSകാരുടെ നിയമനം പരിശോധിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കഴിഞ്ഞ സർക്കാർ ഇവരെ നിയമിച്ചതിൽ പ്രശ്നമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. പോസ്റ്റ് ഇല്ലാത്ത സമയത്ത് ചെയ്താണ്, നമുക്ക് നോക്കാം, ഞങ്ങളത് പരിശോധിക്കാം. അവരെ വഴിയാധാരാക്കാൻ പറ്റില്ല. അതൊക്കെ ചെയ്ത ഒരുപാട് ക്രമക്കേടുകൾ ഇത്തരം കാര്യങ്ങളിൽ നടന്നിട്ടുണ്ട്. അതേസമയം KSകാർ വഹിക്കേണ്ട 13 തസ്തികകൾ സംസ്ഥാനത്ത് ഒഴിഞ്ഞു കിടക്കുകയാണ്. ദുരന്ത നിവാരണ ചുമതലയുള്ള മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെ 8 ഡെപ്യൂട്ടി കളക്ടർമാരുടെ ഒഴിവുകൾ ഇതിൽപ്പെടും. താമരശ്ശേരി, തളിപ്പറമ്പ് DEOമാർ ഉൾപ്പെടെ മറ്റ് 5 പോസ്റ്റുകളും ഒഴിഞ്ഞു കിടപ്പാണ്. നിലവിൽ ജോലിയില്ലാതെ പുറത്തു നിൽക്കുന്ന KSകാർക്ക് വൈകാതെ തന്നെ ചുമതല ലഭിക്കും. എന്നാൽ ഇനി പുതിയ തസ്തിക സൃഷ്ടിക്കുമെന്ന കാര്യം സംശയമാണ് എന്ന സൂചനയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നൽകുന്നത്. ഉണ്ണി പാലാഴിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, തിരുവനന്തപുരം.